നമ്മളിപ്പോഴുള്ളത് ആതിഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. ഉമർ ഇബ്നു നുഫൈൽ ഖുറൈശി റളിയല്ലാഹു അൻഹുവിന്റെ മകനും ആയ ആതിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ തൊട്ടടുത്ത് സയ്യിദ് അലി ജഅഫരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമ് കാണാം. അതുപോലെ ആതിഖ് റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി കൂടിയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. അൽഹംദുലില്ലാഹ് ആതിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി. മഹദിയുടെ മഖാമാണ് കാണുന്നത്. കെട്ടിപ്പൊക്കിയ മഖാമുകൾ പവിത്രധന്യമായി സൂക്ഷിക്കപ്പെടുന്നു എന്നത് സയ്യിദ സുഖൈന റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ് സുഖൈന ബീവിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ മഹദിയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായ സുഖൈന റളിയല്ലാഹു അൻഹയാണ്. വളരെ റളിയല്ലാഹു അൻഹയാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് കയറി കിടന്നുകൊണ്ട് അവസാനത്തെ അഹ്ലുബൈത്തിന്റെ കണ്ണിയെ കൂടി കശാപ്പ് ചെയ്യാനുള്ള ആ കിങ്കരന്മാരായ പട്ടാളക്കാരിൽ രക്ഷപ്പെടുത്തിയ സുഖൈന ബീവി റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നാം കാണുന്നത് മുഹമ്മദ് അൻവർ റളിയല്ലാഹു അൻഹു നഫീസ റളിയല്ലാഹു തആല അൻഹയുടെ അമ്മാണ്. പിതൃ സഹോദരനാണ് മുഹമ്മദ് അൻവർ റളിയല്ലാഹു അൻഹു. സാദാത്തുക്കളുടെ പവറോടെ അതിവിശാലമായും അതിമനോഹരമായും കെട്ടിപ്പടുത്ത വഖാദിന്റെ ഖാദിമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹവും സയ്യിദ് കുടുംബത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ആ വഖാദിൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുകയാണ്. നമുക്ക് ഈ മഹത്തായ പ്രദേശത്തുകൂടി ചുറ്റിക്കറങ്ങുമ്പോൾ കേരളത്തിൽ മാത്രമേ മഖാമുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് മുസ്ലിംമാരുടെ പണിയാണെന്ന് ആക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ നാം എത്തുന്നത് സയ്യിദ് മുഹമ്മദ് അഹ്മദുൽ ബഖ്ശി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. ബഹുമാനപ്പെട്ടവരുടെ മഖാമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല അഹ്മദുൽ ബഖ്ശി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് മഖാമിൽ ധാരാളം ഔലിയാക്കൾ വിശ്രമിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നത് മസ്ജിദ് ഇബ്നു തൂലൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മിസ്റിലെ ഏറ്റവും വലിയൊരു മസ്ജിദാണ്. അഹ്മദ് ഇബ്നു തൂലൂൻ എന്ന രാജാവിന്റെ പേരിൽ കെട്ടിപ്പടുത്ത അതിവിശാലമായ ദീർഘമായ പള്ളി പരമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പള്ളിയാണ്. പള്ളിയുടെ വാതിലിരിക്കുന്ന സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ അവിടത്തേക്ക് ടൂറിസ്റ്റുകളായ സ്ത്രീകളും കടക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ടൂറിസത്തിന് വേണ്ടി പ്രത്യേകം അനുവദിച്ചിട്ടുള്ളതാണ് എന്നവർ പറഞ്ഞ് തൽക്കാലം ദരിദ്രപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും പാശ്ചാത്യ നാടുകളിൽ നടക്കും ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ ഒരു വലിയ പച്ച കമീസ് അവരെ പുറപ്പിച്ച് പ്രത്യേക ഷൂയിൽ കെട്ടിക്കൊടുത്താണ് പള്ളിക്കകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ കയറ്റി പള്ളിക്കകം കണ്ട് വിശാലമായി കണ്ട് ചന്ദനത്തരി കൊണ്ടുണ്ടാക്കിയ ഇന്നും യാതൊരു കേടും പറ്റാത്ത ആ മേൽക്കൂരയും മറ്റുമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ മഹാന്മാരുടെ മഖാമുകൾ സിയാറത്ത് ചെയ്യാനും നാട് കാണാനും എത്തുന്നവരും പോകുന്നത്. മദീനയിൽ നിന്ന് വരുമ്പോൾ ഉംറ ചെയ്യുന്ന പള്ളിക്ക് കൊടുത്തിരിക്കുന്ന മിനാരം പോലെ ഒരു ഇഹ്റാം കിട്ടിയ വേഷത്തിലുള്ള മിനാരം, അതാണ് ആ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാനുള്ളത്. അതാണ് നാം തൊട്ടു മുമ്പേ കണ്ട മിനാരം. ആ മഹത്തായ പള്ളി ഇന്നും ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങുന്ന മിസ്റിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക സന്ദേശത്തിനും പള്ളികൾക്കുമുള്ള സ്ഥാനത്തെ വിളിച്ചുകൊണ്ടുള്ള തരത്തിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മസ്ജിദ് അഹ്മദ് ഇബ്നു തൂലൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിശാലമായ പള്ളി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. പള്ളിയുടെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നടന്ന് കാണുക തന്നെ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സഞ്ചരിച്ചു പോകേണ്ടി വരും. അങ്ങനെയുള്ള മഹത്തായ ആ മസ്ജിദ് ഇബ്നു തൂലൂന്റെ നടുക്കുള്ള വെള്ളത്തിനു വേണ്ടിയുള്ള ടാങ്കും കിണറുകളും വിശാലമായ തൂണുകളും അതിവിശാലമായ മുറ്റവും നമുക്ക് കാണാൻ കഴിയുന്നു. ആ മുറ്റത്തുകൂടി നടക്കുമ്പോ കാലിന് ചൂടേൽക്കാതിരിക്കാൻ
പ്രത്യേക സംവിധാനവും കാർപ്പറ്റുമുണ്ട്. ഇനി നമുക്ക് പോകാൻ കഴിയുന്നത് മഹത്തായ സയ്യിദ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മസ്ജിദിലേക്കാണ്. റിഫായി ഷെയ്ഖിന്റെ പേരിലുള്ള പള്ളി അൽഹംദുലില്ലാഹ് അലി അബൂ സുബാദ് റിഫായി എന്ന പേരിൽ അഹമ്മദ് സയ്യാദ് തങ്ങളുടെ മകന്റെ പേരിലുള്ള മഖാമും അവിടെയുണ്ട്. മാത്രമല്ല റിഫായി മൗലവിയും മറ്റുമൊക്കെ നാം കാണുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യനായ യഹ്യ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഉൾക്കൊള്ളുന്ന മസ്ജിദ് റിഫായി മിസ്റിലെ തലയെടുപ്പുള്ള മസ്ജിദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദാണ്. വളരെ സൗന്ദര്യമുള്ള, വളരെയധികം ആകർഷണീയമായി പരിപൂർത്തിയാക്കിയിരിക്കുന്ന മസ്ജിദ് റിഫായി. റിഫായി ഷെയ്ഖിന്റെ ആ മഹത്തായ അബൂ സുയ്യാദ് തങ്ങളുടെ മകൻ അലി അബൂ സുബാദ് റിഫായി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ അവരെ വിശ്രമിക്കുന്നു. അവരുടെ മക്കാമിന്റെ സമീപത്തായി അവിടുത്തെ രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഫാറൂഖ് രാജാവ്, മലിക് ഫുആദ്, മുഹമ്മദ് റിള ബദലി തുടങ്ങിയ ആളുകളും അവിടെ തന്നെ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നാം കാണുന്ന മക്കാമ് അഹമ്മദ് സയ്യാദ് റിഫായി ഹസീദുൽ ഇമാമുൽ കബീർ സയ്യിദ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഇമാം അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചെറുമകനായ ആ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നുദ്ദീൻ സയ്യാദി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ മഖാം, ആ മഖാമും കൂടാതെ രാജാക്കന്മാരുടെ മക്ബറകളും ആ മഹത്തായ പള്ളിയിൽ ഉള്ളതായി കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട പരിശുദ്ധമായ റിഫായി ഷെയ്ഖിന്റെ പവിത്രധന്യമായ ആത്മീയത നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന മഹത്തായ പള്ളിയാണ്. ഈ പള്ളിയുടെ കൊത്തുപണികൾ വളരെയധികം ആകർഷണീയമാണ്. രാജാക്കന്മാരുടെ കബറുകൾ ഒരു ഭാഗത്തും രാജാക്കന്മാരുടെ രാജാവും ആത്മീയതയുടെ നിറകുറവുമായ റിഫായി ഷെയ്ഖിന്റെ പേരക്കുട്ടിയുടെ മഖാമും എല്ലാമുള്ള റിഫായി മസ്ജിദ് യഹ്യ അൻസാരി റളിയല്ലാഹു അൻഹു ആകുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജദ്ദും കൂടി ഉൾപ്പെടുന്നു എന്ന മഹത്തായ പ്രത്യേകത പള്ളിയിൽ നമുക്ക് കാണാം. യഹ്യ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മേൽത്തട്ടിൽ സംവിധാനിച്ചിരിക്കുന്ന അത്ഭുതകരമായ കലാരൂപങ്ങളും അതിന്റെ മഹത്തായ ആകർഷണീയതയും പള്ളിയുടെ വിശാലമായ അകത്തരത്തിലൂടെ നടന്നു നോക്കുമ്പോൾ അതിവിശാലമായ പള്ളി തീർച്ചയായും ആത്മീയതയുടെ പ്രൗഢി വെളിച്ചത്താക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നാം എത്തുന്നത് മസ്ജിദ് സുൽത്താൻ ഹസൻ എന്ന പള്ളിയിലേക്കാണ്. പഴയകാല പള്ളി സുൽത്താൻ ഹസൻ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച പള്ളിയാണ്. വളരെ ആകർഷിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അല്ലാഹുവിന്റെ മഹത്തായ ദീനുമായി ബന്ധപ്പെട്ട് ദീനിയായ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി തരാൻ മിസ്ർ നമ്മോട് സംസാരിക്കുന്ന ഒരു വലിയ മാനദണ്ഡമാണ് ഹസൻ എന്ന് പറയുന്ന രാജാവിന്റെ പേരിലുള്ള പള്ളി. ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ മഹത്തായ പള്ളി റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ നിൽക്കുന്നത് ഒരു കോമ്പൗണ്ടിനകത്താണ്. ആ കോമ്പൗണ്ടിൽ തലയുയർത്തി നിൽക്കുന്ന രണ്ട് പ്രൗഢമായ പള്ളികൾ യഥാർത്ഥത്തിൽ പ്രൗഢമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ മാതാവാകാൻ മിസ്റിന് യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ആ മഹത്തായ പള്ളിയുടെ വിശാലമായ അന്തരീക്ഷത്തിൽ നിന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെ ധാരാളം സമയം ആവശ്യമുണ്ട്. മാത്രമല്ല ആ പള്ളിയുടെ പിൻഭാഗത്തായുള്ള രാജാവിന്റെ ബന്ധുക്കളുടെ ആ മഹത്തായ അവരുടെ മുഖത്തിൽ നമുക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരികയാണ്.
ആ മഹത്തായ ഖുർആൻ പാരായണം, അതുമായി ബന്ധപ്പെട്ട് ആത്മനിർവൃതിയുടെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്തായ ആശയങ്ങളോട് താദാത്മ്യം പുലർത്താനുള്ള പ്രതിജ്ഞയുടെ വാചകങ്ങളെ ഓർമ്മിപ്പിക്കാൻ സൗന്ദര്യവത്തായ ശൈലിയിൽ അവിടുത്തെ മുഅദ്ദിൻ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നാം ആ മഹത്തായ പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇനി തന്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. തന്ത എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കെയോ എന്ന തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം 100 ചില്ലാനം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഖുതുബുൽ അഖ്താബ് സയ്യിദ് അഹ്മദ് ബദവി റളിയല്ലാഹു അൻഹു മഹാനവരുടെ മഖാമാണ് കാണുന്നത്. ലോകത്തെ 4 ഖുതുബുകളിൽ ഒരാളായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം തസ്സീഖ് റളിയല്ലാഹു അൻഹു കൂടെ നമുക്ക് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് ബദവി റളിയല്ലാഹു അൻഹു മഹാനവരുടെ മഖാമിൽ, ആ മഖാമിലും പള്ളിയിലുമാണ് നാം ഇപ്പോഴുള്ളത്. നാം മനസ്സിലാക്കുക, അഹ്മദ് ബദവി തങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്രങ്ങളും ആധാരങ്ങളും കാണാം ഈ ഹാളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കാണ് അവിടുത്തെ ഇമാമ് എടുത്തു കാട്ടിത്തരുന്നത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. പരിശുദ്ധ കേശം അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ആ പരിശുദ്ധ കേശവും അതുപോലെ ബഹുമാനപ്പെട്ട അസ്ഹരിയായ അവിടുത്തെ ഇമാമ്, അവിടുത്തെ ആധാരങ്ങളും പുറത്തുകളും അവിടുന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും, അതായത് സയ്യിദ് അഹ്മദ് ബദവി തങ്ങളുടേത് കാണിച്ചു തരികയാണ്. അഹ്മദ് ബദവി തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ മൗലിദിന്റെ മജ്‌ലിസാണ് നാം കാണുന്നത്. മൗലിദ് സദസ്സുകളിൽ കേരളത്തിലെ മുസ്ലിയാമാർ കെട്ടിപ്പടുത്തുമെന്ന് ആരോപിക്കുന്ന വിദഗ്ധ കക്ഷികൾക്ക് വായനപ്പൻ മറുപടിയായി സയ്യിദ് അഹ്മദ് ബദവി തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിൽ ജുമായ്ക്ക് ശേഷം മഗ്‌രിബ് വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത സദസ്സുകൾ നമുക്ക് കാണാം. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി